ഈ പാട്ടിനകത്ത് കുറെ നേരമായിട്ട് ഈ മാൻ മാൻ എന്ന് പറയണ്ടായിരുന്നു. അത് ഞാൻ അങ്ങനെ പറയാറുണ്ട്, സ്ഥിരം അങ്ങനെ പറയാറ്. അത് ഈ മാൻ എന്ന് പറയുന്നത് കസ്തൂരിമാനാണോ പേടമാനാണോ എന്ത് മാനാണത്? കലമാനാണോ? അല്ല, ഞാൻ ഇത് ഈ മാനൊന്നുമല്ല, ഞാൻ ലൈൻമാനെ ഉദ്ദേശിച്ചത്. സുലൈമാൻ. അഷ്റഫ് കോട്ടപ്പുറം. ഞാൻ എങ്ങനെ നിന്റെ അമ്മാവനാവണേ? എന്നെക്കാൾ മൂത്തല്ലേ നീ? എല്ലാം എന്റെ പെങ്ങളുടെ പിള്ളേരാ. ചോദിക്കട്ടെ, എല്ലാം തല തെറിച്ച പിഴകളാ. എന്ത് ചെയ്യാൻ പറ്റും? അമ്മാവന്റെ മാനം കളയാനായിട്ട് ഓരോരുത്തന്മാരിങ്ങനെ ഇറങ്ങിക്കോളും. ചേട്ടനെ കഥാപാത്രം വിട്ടുപോയിട്ടേ ചേട്ടൻ ഈ പറഞ്ഞ പോലെ പാട്ടിന്റെ ഇടയ്ക്ക് പിടിക്കുന്ന കൊട്ടയായിട്ട് നടന്നല്ലോ. ആ കോട്ടയിൽ നിന്നെപ്പോലുള്ള ഊത്ത മീനുകളെ ഞാൻ കയറ്റും. അല്ല, നിങ്ങൾ ആരാന്ന് പറഞ്ഞ എന്താ ഞാനൊരു എഴുത്തുകാരനടവേ. എന്തെടുത്ത്? കണ്ണെഴുതും, ഈ ചുമരയിലൊക്കെ എഴുതും. ഒരാളെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ നോവലിസ്റ്റ് ആണ്. നോവലിസ്റ്റ് എന്ന് പറഞ്ഞാ നോ വയലിനിസ്റ്റ്. എനിക്ക് വയലിൻ വായിക്കാൻ അറിയാൻ പാടില്ലെന്ന്. ഞങ്ങളൊന്ന് വിലയിരുത്താൻ വേണ്ടി പറഞ്ഞാണ്. ഇമാര് വിലയിരുത്താൻ വന്ന കേട്ടോ. ഒരു വിലയില്ലാതെ ഇമാരെ ഇവിടെ ഇരുത്തിയേക്കണത്. ചേട്ടാ, അവന്മാരാണ് എനിക്ക് വിലയിരുത്തണത്. എന്ത് ഷിയാസ് എന്ന പ്രശ്നം. ഞാനൊരു കൗണ്ടർ പറയട്ടെ. ചേട്ടാ, ഇത്ര നേരം ഒന്നും സംസാരിക്കണല്ലോ. നിങ്ങളുടെ പേരെന്താന്ന് ആദ്യം പറ. എന്റെ പേര് സാഗർ ഏലിയാസ് ജാക്കി. ചേട്ടാ എന്താ പറയണേ? അല്ല, നീ സാഗർ എന്ന മിത്രത്തെ അറിയൂ, ജാക്കി എന്ന ശത്രുവിനെ നിനക്കറിയില്ല. ചേട്ടൻ മാറി. ഞാനിത് എങ്ങോട്ടായി പോണേ? ചേട്ടൻ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ചേട്ടൻ ആരാ? ഞാൻ ആരടി? ചേട്ടൻ അറിയില്ലേ? ഇല്ല. ചേട്ടൻ പ്രശസ്ത നോവലിസ്റ്റ് ആണ്, സാഗർ കോട്ടപ്പുറം. സാഗർ കോട്ടപ്പുറം. ഇപ്പൊ സാഗർ കോട്ടപ്പുറം ഇറ്റ് കഴിയുമ്പോ സാഗർ കട്ടപ്പുറത്ത്. ശരി കേട്ടോ, ഒരു നമ്മളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ലെന്നേ. സമയം ഇത്ര ആയില്ലേ? ഈ സ്കിറ്റിന്റെ ഈ ക്ലൈമാക്സ് ഒന്ന് പറയായിരുന്നു. സ്കിറ്റിന്റെ ക്ലൈമാക്സ് അതൊന്നും പേടിക്കണ്ട. നമുക്ക് ചോദിച്ച് അയ്യോ, ഇതാടല്ലേ? ചേട്ടന്റെ ഡാൻസ് കണ്ട റബ്ബർ കാട്ടിലൊന്ന് തല തല്ലി ചത്തതാ. ആടിന്റെ തലയിൽ എന്തോ കൊമ്പ് വെച്ചിരിക്കുന്നു. പിന്നെ റബ്ബർ മരത്തിലേക്ക് തല വെച്ചപ്പോ കൊമ്പ് കൊണ്ടുപോയി. അല്ല, ഇത് മാനല്ല ചേച്ചി, ഇത് വിറവും കൊണ്ടുപോണ ആട്. ഈ ആടിന്റെ അച്ഛൻ മാനാണോടാ? അല്ല, എനിക്ക് അപ്പ ഇതാണ് മാനാട്. കിട്ടിയില്ല. ഇവിടെ വേറെ ആർക്കെങ്കിലും സമ്മാനം കിട്ടിയോ? കിട്ടിയ ലക്ഷ്മി വയ്യാത്താളല്ലേ? ആ, അതിന്റെ ഈ വണ്ടി ഇതിന്റെ ആടിന്റെ സ്റ്റാൻഡ് പോയി. ഞങ്ങൾ ഇവിടെ കോപ്പിറൈറ്റും പേറ്റന്റും കൊടുത്തിട്ടുള്ള ഏക സോങ് മാനയുടെ ദൃശ്യാവിഷ്കാരം. അതാണ് രണ്ടുപേരുടെ പെർഫോമൻസിലൂടെ നമ്മൾ കണ്ടത്. നമ്മുടെ ബിനു ചേട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഐഷുവിന്റെയും. മേനക ചേച്ചി കുലുക്കി ചിരിക്കണ്ടായിരുന്നല്ലോ. അവിടെ സീറ്റ് കംപ്ലൈന്റ് ആണോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഒരു ടൈമിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും. എനിക്കൊരു ലൈവ്ലി ആയിരുന്നു കേട്ടോ. ലാലേട്ടനെ ഞാൻ മറന്നുപോയി സത്യമായിട്ട്. മറക്കാതിരിക്കും എങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ബിനു അടിമലിയെ ഞാൻ കണ്ടത് നന്നായിരിക്കുന്നു. ശരി, ഇഷ്ടമായിരുന്നു കേട്ടോ. നന്നായിരുന്നു. എനിക്ക് പറയാം, ചായയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ലൈക് നന്ദിനി അല്ലേ? അതേപോലെ നമ്മുടെ മേക്കപ്പ് ടീം കൊണ്ടുവന്നിട്ടുണ്ട്, മേക്കപ്പ് ഒക്കെ ചെയ്ത്. ഈ ഇടയ്ക്കിടയ്ക്ക് അമ്മാവാന്ന് പറയുന്നത് പ്രേംകുമാർ ചേട്ടൻ എങ്ങനെ പറയും? ചേട്ടനെ കണ്ട പ്രേംകുമാറിന്റെ ചായയില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് അമ്മാവാന്ന്. എന്ത് കാണിച്ചാലും അത് ആര് പറയുന്നത് അമ്മാവാന്ന്? ബിനീഷാണോ? ബിനീഷാണോ പറയുന്നത്? ഒന്ന് കാണിച്ചു കൊടുക്കും അമ്മാവാന്ന്. സൈലൻസ്. വല്യമ്മാവനും ചെറിയമ്മാവനും കൂടി എന്നെ തള്ളി ചേർത്തിട്ട് ഇന്ന് 5 വർഷം തികയാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടാ ഓരോ ഒതളങ്ങ. സൂപ്പർ. അല്ല ലക്ഷ്മി